ബിയർ കഴിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന നല്ല വശങ്ങളെ കുറിച്ചാണ് ഇന്ന് മോമ ലൈഫിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്നുവെച്ച് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഈ പരിപാടി എന്ന് കരുതരുത്. അമിതമായ മദ്യപാനം ഒരിക്കലും നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മിതമായ അളവിൽ ആൽക്കഹോളിന്റെ അംശം കുറഞ്ഞ ബിയർ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുക. രസകരവും വിജ്ഞാനപ്രദവുമായ ഞങ്ങളുടെ പോസ്റ്റുകൾ മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേനൽക്കാലത്ത് വൈകുന്നേരം കുറച്ച് ബിയർ കഴിക്കണമെന്നുള്ളവർക്ക് കുറ്റബോധമില്ലാതെ ചിയേഴ്സ് പറയാം. പ്രതിദിനം ഒരു പൈന്റ് ബിയർ കഴിക്കുന്നവരിൽ 31% ഹൃദ്രോഗ സാധ്യത കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഫിനോൾസ് എന്ന ബിയറിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നത്. ഇറ്റലിയിലെ ഫോൺസിയോ ഡിറേറ്റേര ഇക്യൂറ എന്ന സംഘടന 2 ലക്ഷം പേരിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഡാർക്ക് ബിയറിന്റെ നിയന്ത്രിതമായ ഉപയോഗം ഹൃദയധമനികളിലെ തകരാറുകൾ 24.7% വരെ കുറയ്ക്കുമെന്ന് പറയപ്പെടുന്നു. മിതമായ നിരക്കിൽ ബിയർ കഴിക്കുന്നവരിൽ അൾഷിമേഴ്സ്, ഡൈമെൻഷ്യ അടക്കമുള്ള മറവി രോഗങ്ങൾ ബാധിക്കുന്നത് 23% കുറയ്ക്കുന്നതായി ലയോള സർവകലാശാലയിൽ നടത്തിയ പഠനവും കണ്ടെത്തിയിട്ടുണ്ട്. ബിയറിലെ സിലിക്കൺ ഘടകമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് പഠനത്തിൽ വ്യക്തമായത്. 2011 ഹാർവർഡ് സർവകലാശാലയിൽ നടന്ന പഠനമാണ് ഇക്കാര്യം കണ്ടെത്തിയത്. വൃക്കയിലെ കല്ലുകളെ നീക്കാൻ ബിയർ സഹായിക്കുന്നു എന്നതാണിത്. മിതമായ ബിയർ ഉപയോഗം വൃക്കകളിൽ കല്ലുണ്ടാകുന്നതിനെ 40% വരെ തടയുന്നതായി ഫിൻലാൻഡിൽ നടന്ന മറ്റൊരു പഠനവും വ്യക്തമാക്കുന്നു. ബിയറിലെ ജലാംശം 93%. ഇതാണ് ശരീരത്തിലെ അപകടകരമായ വിഷാംശങ്ങളെ പിന്തള്ളി വൃക്കയ്ക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത്. 38,000 പുരുഷന്മാരിൽ നടത്തിയ പഠനത്തിൽ ബിയർ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ടൈപ്പ് 2 പ്രമേഹം ബാധിക്കാനുള്ള സാധ്യത 25% കുറയ്ക്കുന്നതായാണ് കണ്ടെത്തിയത്. ബിയറിലെ ആൽക്കഹോൾ ഇൻസുലിൻ സംവേദനക്ഷമതയെ വർദ്ധിപ്പിക്കുന്നതിനാലാണിത്. സ്ട്രോക്കിനെതിരെയുള്ള പ്രതിരോധവുമാണ് ബിയർ. മിതമായ രീതിയിൽ ബിയർ ഉപയോഗിക്കുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് 50% വരെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നതായി അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ ദിവസവും ബിയർ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ രക്തം കെട്ടിനിൽക്കുന്നത് തടയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ സാധ്യത കുറയ്ക്കാനും ബിയർ നല്ലതാണെന്ന് പറയപ്പെടുന്നു. സന്തോഹോമോൺ എന്ന ആന്റി ഓക്സിഡന്റ് ബിയറിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശരീരത്തിലെ ക്യാൻസർ സൃഷ്ടിക്കുന്ന എൻസൈമുകളെ ഫലപ്രദമായി തടയാൻ ഈ എൻസൈമുകൾക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പുരുഷന്മാരിലുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാൻ മിതമായ ബിയർ ഉപയോഗം സഹായിക്കുമെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ബിയർ നല്ലൊരു പാനീയമാണ്. കൊളസ്ട്രോൾ നിരക്ക് കുറയ്ക്കുന്നതിനും ബിയർ ഉപയോഗിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ബിയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബീറ്റാ ഗ്ലൂക്കൻസ് എന്ന ഫൈബറാണ് കൊളസ്ട്രോൾ നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ബിയർ ഉപയോഗിക്കാവുന്നതാണ്. ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ പഠനത്തിലാണ് ബിയർ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുമെന്ന് കണ്ടെത്തിയത്. 25 മുതൽ 40 വരെ പ്രായപരിധിയിലുള്ള സ്ത്രീകളിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. മിതമായി ബിയർ ഉപയോഗിക്കുന്ന ഇവരിൽ മറ്റുള്ളവരെക്കാൾ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമായ നിലയിലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കാനും ബിയർ ഉപയോഗിക്കാം. ബിയറിലെ സിലിക്കൺ എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കാനും ബിയർ കഴിക്കുന്നത് ഉപകരിക്കും. താരനെതിരെയും ഫലപ്രദമായ ഒരു ഘടകമാണ് ബിയർ. ബിയറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി താരനെ പ്രതിരോധിക്കാനായി പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ആഴ്ചയിൽ 2-3 തവണ ബിയർ ഉപയോഗിച്ച് തല കഴുകിയാൽ താരനില്ലാതെ മുടി സംരക്ഷിക്കാം. ബിയർ നിയന്ത്രിതമായ അളവിൽ കഴിച്ചാൽ ദീർഘായുസ് ഉണ്ടാകുമെന്നും പഠനങ്ങൾ പറയുന്നു. ഇതെല്ലാം മിതമായ നിലയിലുള്ള മദ്യ ഉപയോഗം മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ്. ഇത് കുടിക്കാനുള്ള ഒരു പ്രേരണയോ മദ്യം ഉപയോഗിക്കാത്തവർക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഒരു പ്രോത്സാഹനമോ അല്ല. അമിതമായ മദ്യപാനം ഒരു തരത്തിലും ഗുണകരമല്ല എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു.